ഇന്ത്യൻ ഓയിൽ പമ്പാണ് നമ്മൾ കാണുന്നത്. പെട്രോളും ഡീസലും കിട്ടുന്ന പമ്പാണ്. ഇവിടെ ഗ്യാസ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഈ വഴി പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോയാൽ റോഡ് വേറെ ഉണ്ട്. തിരുവനന്തപുരത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനം, ഇന്ത്യയുടെ അല്ല, കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. സത്യം പറഞ്ഞാൽ അമേരിക്കയുടെ തലസ്ഥാനം വരെ ആക്കാൻ സാധിക്കുന്ന അത്രയും വളർച്ചയുള്ള ഒരു ജില്ലയാണ് തിരുവനന്തപുരം. നമ്മുടെ ട്രംപ് ചോദിച്ചിട്ടുണ്ട് അമേരിക്കയുടെ തലസ്ഥാനമാക്കാൻ തിരുവനന്തപുരം കൊടുക്കുകയോ ഇല്ലയോ എന്ന്. പക്ഷേ നമ്മൾ മലയാളികൾ കൊടുക്കത്തില്ലല്ലോ. കാരണം ഇത്രയും നല്ലൊരു സ്ഥലം, അതും CR കോംപ്ലക്സ് നിൽക്കുന്ന ഈ സ്ഥലം, ഈ ജില്ല നമുക്ക് കൊടുക്കാൻ സാധിക്കുമോ? പറ്റത്തില്ല. അതിന് സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. അതുകൊണ്ട് നമ്മൾ കൊടുക്കത്തില്ല. ഭയങ്കര തിരക്കാണ് രാമല്ല തിരുവനന്തപുരത്ത്. പക്ഷേ ആ തിരക്കെല്ലാം വകവെക്കാതെ ചില ബൈക്കുകളും സ്കൂട്ടറുകളും ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ജനങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. തിരക്കുകൾ വകവെക്കാതെ റോഡ് ക്രോസ് ചെയ്യുന്ന ജനങ്ങളും കാണാം. എവിടെയോ ഒരു ആംബുലൻസ് ശബ്ദം കേൾക്കുന്നുണ്ട്. അത്യാവശ്യ സിസ്റ്ററിൻ്റെ നിലയിൽ പോകുന്ന ഒരു ആംബുലൻസ് ആണെന്ന് തോന്നുന്നു. കാരണം എല്ലാം കിയോ സൗണ്ട് ഇടുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ ഇത്രയും തിരക്ക് കാരണം ആ വണ്ടി അവിടെ തന്നെ കിടക്കുകയാണ്. മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല. അതിന് പോയി അങ്ങനെ ആംബുലൻസ് രക്ഷപ്പെട്ടിരിക്കുന്നു. ആംബുലൻസ് റൂട്ട് തെറ്റിച്ച് പോവുകയാണ്. അന്നാണെങ്കിൽ അങ്ങനെ പോകാനേ പറ്റത്തുള്ളൂ. കാരണം എത്രയും പെട്ടെന്ന് ഒരു ലക്ഷ്യസ്ഥാനത്തെത്തണം. ഒരു ജീവനാണ്. ആ ജീവൻ രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെയും വണ്ടി മുന്നോട്ട് പോവുകയാണ്. കണ്ടോ, അവിടെ ചുമന്ന സിഗ്നൽ കത്തി നിൽക്കുകയാണ്. ഒരു സൈഡിൽ വണ്ടി പോകാനുള്ള ആരോ മാർഗ്ഗം തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് ആളുകൾ പോകുന്നുമുണ്ട്. മുന്നോട്ട് പോകാൻ റെഡ് സിഗ്നൽ. റെഡ് എന്ന് പറഞ്ഞാൽ അപായം. അതായത് നമ്മൾ ചൈനയുടെ സിഗ്നൽ കാണിച്ചിരിക്കുകയാണ്. നടന്നു വരുന്ന കുട്ടികളുണ്ട്. അർമേനിയ, യുറേനിയ, ഉക്രൈൻ മുതലായ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ആളുകളും ഇവിടെയുണ്ട്. അങ്ങനെ സിഗ്നൽ വീണിരിക്കുകയാണ്. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് കാര്യാലയം. കണ്ടല്ലോ, ഈ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് കാര്യാലയം അമേരിക്കൻ പ്രസിഡന്റ് ചോദിച്ചിട്ട് നമ്മൾ കൊടുക്കാത്തത്. ഇതാണ് PSC, കേരള പബ്ലിക് സർവീസ് സെൻ്ററാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ ഇഷ്ടമായ കുട്ടികൾ കാണുന്നതാണ്. പക്ഷേ ഇപ്പം ആരും കാണുന്നില്ല. ഈ വണ്ടിയുടെ സ്പീഡ് കൂടിയിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് കേരള സർക്കാരിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാണ്. വളരെ മനോഹരമായ യാത്രാ സൗകര്യം ഉള്ള ഒരു ബസ്സാണ് KSRTC, അതായത് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. തിരുവനന്തപുരത്ത് നമുക്ക് അമ്പരച്ചുംബികളായ ഒരുപാട് കെട്ടിടങ്ങൾ കാണാം. പക്ഷേ ഈ അമ്പരച്ചുംബി കെട്ടിടത്തിന് ഇച്ചിരി ചുംബനം മേലിലോട്ടുള്ള പൊക്കം കുറവാണ്. പിന്നെ അടിപൊളിയാണ്. മാത്ത് കണ്ടോ, അടിപൊളി ലോട്ടറി കടകൾ കാണാം. കൂട്ടുകാരുകൾ തോളെ കയറ്റിന് പോകുന്നതാണ്. ഇതാണ് പീറ്റർ ഇംഗ്ലണ്ടിൻ്റെ ഷോപ്പാണ് കാണുന്നത്. തിരുവനന്തപുരത്തുള്ള പീറ്റർ ഇംഗ്ലണ്ടിൻ്റെ ഷോപ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മലങ്കര സിറിയൻ കത്തോലിക് ചർച്ചിൻ്റെ മേജർ കെട്ടിടമാണ് കാണുന്നത്. ഇത് സെൻറ് മേരീസ് ആഫ്രിക്കൻ സ്കൂളാണ്. അതായത് കേരളത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ പേരിലും പെരുമയിലും അവിടെ പഠിക്കുന്ന കുട്ടികളെല്ലാം അടിപൊളിയാണ്. സെൻറ് മേരീസ് സ്കൂള് തിരുവനന്തപുരത്ത് മലങ്കര കത്തോലിക്ക സമുദായത്തിൻ്റെ സ്ഥാപനമാണ്. അവിടെ പഠിച്ചിട്ടുള്ളവരെല്ലാം ഇന്ന് കേരളത്തിൻ്റെ, ഇന്ത്യയുടെ, ലോകത്തിൻ്റെ എല്ലാം
വലിയ 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 സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. ഇതാണ് നമ്മുടെ ഖാദി ഗ്രാമ വായിക്കാൻ പറ്റിയില്ല. പാണ്ടി കൊലകൾ നിരത്തിയിട്ടേക്കുന്ന കടകണ്ടല്ലോ. റോഡിന് നടുക്ക് ഒരു ആൽമരം നിപ്പുണ്ട്. ബ്ലൂ ഐസ് കാണാം. കാറ്ററിങ്ങിന് പോകുന്ന ചേച്ചിമാരെന്ന് തോന്നുന്നു. ഓരോ യൂണിഫോം ഇട്ടുകൊണ്ട് പോകുന്നുണ്ട്. അടുത്ത സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയുടെ ഫ്രണ്ടിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. അവിടെ നിന്നുള്ള ആളുകളെ വണ്ടിയിലേക്ക് കയറ്റുകയാണ്. ഇവിടെ ഇറങ്ങേണ്ടവർ ഇറക്കുകയാണ്. അവിടെ തന്നെയാണ് കോൺഗ്രസിൻ്റെ കഴക്കൂട്ടത്തെ ഒരു നേതാവ്, അതായത് ശരത്ചന്ദ്ര പ്രസാദിനെ വിജയിപ്പിക്കുക എന്നുള്ള പോസ്റ്റ് വെച്ചിരിക്കുന്നത്.